ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്തെ അന്താരാഷ്ട്ര ശക്തികളുടെ കടന്നുവരവിൽ സർക്കാർ ഇടപെടൽ കാര്യക്ഷമമാക്കണമെന്ന് ന്യൂസ് മലയാളം ചാനൽ ചെയർമാൻ സഗ്ലൻ പത്മനാഭൻ. വമ്പൻ കുത്തകകളെ ചെറുകിട സ്ഥാപനങ്ങൾ ഒരുമിച്ച് നിന്ന് ചെറുക്കണം. കൊച്ചിയിൽ നടക്കുന്ന മെഗാ കേബിൾ ഫെസ്റ്റിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു പ്രതികരണം. കൊച്ചിയിൽ നടക്കുന്ന 22ാമത് മെഗാ കേബിൾ ഫെസ്റ്റിൽ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളുടെ ലയനവും അനന്തരഫലങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. റിലയൻസ് പോലുള്ള കോർപ്പറേറ്റ് കമ്പനികൾ ബ്രോഡ്കാസ്റ്റിംഗ് മേഖലയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ചെറുകിട മേഖലയെ ദോഷകരമായി ബാധിക്കുമെന്ന് സെമിനാറിൽ വിലയിരുത്തി. ഇത്തരം ലയനങ്ങളിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കാത്തിരുന്ന് കാണണമെന്ന് ന്യൂസ് മലയാളം ചെയർമാനും തമിഴ്നാട് കേബിൾ TV നെറ്റ്വർക്ക് ഉടമയുമായ സഗ്ലൻ പത്മനാഭൻ പറഞ്ഞു. സെൻട്രൽ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾ ഒരു ഇൻഡിപെൻഡന്റ് കേബിൾ MOS ആയാലും അല്ലെങ്കിൽ എന്നെപ്പോലെ അല്ലെങ്കിൽ COA നടത്തുന്ന കോഓപ്പറേറ്റീവ് മോഡലായാലും ശരി, ഒരു ശരിക്കുള്ള ഒരു പ്ലാൻ ഈ ഗവൺമെൻറ് നിലനിർത്തിയെങ്കിൽ എത്ര വലിയ കോമ്പറ്റീഷൻ ആയാലും ജയിക്കാം. ഇന്ന് 40 ലക്ഷം കണക്ടിവിറ്റി ആയിട്ട് തമിഴ്നാട്ടിൽ നമുക്ക് നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, അതേപോലെ കേരളത്തിലും COA 10-30 ലക്ഷം കണക്ടിവിറ്റി ആയിട്ട് നിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ ഇതിന് നമ്മുടെ സർക്കാർ എന്ത് നിലപാട് എടുക്കുന്നതാണ് ഒരു ചോദ്യം. ഡിസ്നിയുടെയും ജിയോയുടെയും ലയനം ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും കമ്പനികൾ തമ്മിലുള്ള മത്സരമാണ് ഇത്തരം ലയനങ്ങൾക്ക് കാരണമാകുന്നതെന്നും സെമിനാറിന് നേതൃത്വം നൽകിയ KCCL ആൻഡ് KVBL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ. മെർജിംഗ് പോലും തീർച്ചയായിട്ടും ഒരു കോമ്പറ്റീഷനിൽ നിന്നാണ് ഈ മെർജിംഗിലേക്ക് നയിച്ചതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്രയും കോടി കൊടുത്തൊരു പ്ലാറ്റ്ഫോം അവർ ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു ലൈവ് സ്ട്രീം എടുത്തിട്ട് അത് പേയ്മെൻറ്റ് സബ്സ്ക്രിപ്ഷൻ മോഡിൽ വർക്ക് ചെയ്യുന്നതിന് പകരം ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ട് ആ ബിസിനസ്സിനെ അവർ അബ്സോർബ് ചെയ്യുന്ന രീതിയിലാണ് ജിയോ എല്ലാ കാലത്തും റിലയൻസിൻ്റെ ഒരു സ്ട്രാറ്റജി അത് തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. വമ്പൻ കോർപ്പറേറ്റുകൾക്കെതിരെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കേബിൾ TV നെറ്റ്വർക്ക് ഒരുമിച്ച് പുതിയ മാതൃക സൃഷ്ടിക്കണമെന്നും സെമിനാറിൽ അഭിപ്രായമുയർന്നു. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റിംഗ് എക്സ്പോ ആണ് കൊച്ചിയിൽ നടക്കുന്നത്. കേബിൾ ചാനൽ ക്ലസ്റ്റർ ആൻഡ് ഡിജിറ്റൽ മീഡിയ എന്ന വിഷയത്തിൽ നാളെ സെമിനാർ നടക്കും. ന്യൂസ് മലയാളം, കൊച്ചി.